ഇതൊരു വെറൈറ്റി ചിക്കൻ കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഗാർലിക് ചിക്കൻ, വെളുത്തുള്ളിയാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത്. അപ്പോഴിത് കണ്ടു നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ചെയ്യുന്ന രീതിയൊക്കെ. ഇനി നമുക്കിത് ചെയ്യുന്നതിലേക്ക് പോകാം. ഇപ്പോൾ ഒരു 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 കപ്പ് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. ഞാൻ 2 സവാള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7-8 കൊച്ചു മുളകായതുകൊണ്ട് 7-8 പച്ചമുളക് കീറി അറ്റം പിളർന്ന് വെച്ചിട്ടുണ്ട്. ഇത് വലിയ മുളകാണെങ്കിൽ 4 പച്ചമുളക് എടുത്താൽ മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നമുക്ക് ഒരു എണ്ണ ചൂടാക്കി വറുത്തോണ്ട് വരാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണയെന്ന് പറയുമ്പം പാനിലെ വെള്ളമൊക്കെ മാറണം. 1/2 കപ്പ് എണ്ണ. നമുക്ക് സവാളയൊക്കെ വറുത്ത് കോരാനാണ്, അപ്പോഴതനുസരിച്ചാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. ഇപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഇവിടെ മൂത്ത് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ആ സവാള വറുത്ത എണ്ണയിൽ തന്നെ, അതപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സവാള വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ പാത്രത്തിൽ ഒന്നൊന്നായിട്ട് നിരത്തിയിടണം. ഇട്ടിട്ട് ആ സവാള വഴറ്റിയ എണ്ണയിൽ കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് നമ്മളെ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് വഴറ്റണം. ചിക്കൻ എണ്ണയിൽ കിടന്ന് വരണ്ട് എണ്ണ വറ്റി വരുമ്പോഴത്തേക്ക്, അതായത് ഒരു കുഴമ്പ് രൂപത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വേവിക്കാം. ഉപ്പ് നമ്മൾ ആ ചിക്കൻ പുരട്ടി വെച്ചപ്പോഴത്തേക്ക് ഉപ്പിട്ടായിരുന്നു. ഇതുകൊണ്ട് അടച്ച് വേവിക്കാം. അതവിടെ വേവുമ്പോഴത്തേക്ക് നമ്മൾ വഴറ്റി വെച്ച വറുത്ത് വെച്ച സവാള ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഞാൻ അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത്, അപ്പോൾ എപ്പോഴും നമ്മൾ അടപ്പ് തുറന്നതുപോലെ നോക്കണം. ഇനി അടച്ച് വേവിക്കാം. ഈ വെള്ളമെല്ലാം വറ്റി വരണം. വീണ്ടും ഞാൻ അടപ്പ് തുറന്ന് ഇളക്കുകയാണ്. അപ്പോൾ നേരത്തെ വെള്ളം കുറച്ച് വറ്റി കുഴമ്പ് പേസ്റ്റ് രൂപത്തിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ അടയ്ക്കാതെ ഇങ്ങനെ ഇളക്കിയിട്ട് വേവിച്ച് ഈ വെള്ളം നിശേഷം പറ്റണം. അതിപ്പോൾ പറ്റും. അപ്പോൾ വെള്ളം നിശേഷം പറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാള, നമ്മൾ നേരത്തെ വറുത്ത സവാള അരച്ചെടുത്തിട്ടുണ്ട്. ആ സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ അരച്ച് വെച്ച സവാള ചേർക്കുന്നത്. സവാള ചേർത്ത് എല്ലായിടവും ഒന്ന് പിടിപ്പിച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഈ ടൊമാറ്റോ പേസ്റ്റും ഒന്ന് ഇളക്കി എല്ലായിടവും ഒന്ന് കിട്ടത്തക്ക രീതിയിൽ വരണം. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പേസ്റ്റ് രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ എന്തൊരു വേണം, ഈ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വേവിക്കണം. ഇതെല്ലാം ഒന്ന് എല്ലായിടവും ഒന്ന് പിടിച്ച്, എല്ലാത്തിലും ഒന്ന് അരപ്പെല്ലാം ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നതിനാണ്
ഇതൊന്ന് വീണ്ടും ഇങ്ങനെ ആക്കി വേവിക്കുന്നത്. ഇപ്പോഴും നമ്മളെ ചിക്കനൊക്കെ വെന്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മളെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നും ഒരേ രീതിക്ക് ചിക്കൻ കറി കൂട്ടാതെ വല്ലപ്പോഴും വെറൈറ്റി ആയിട്ട് മാറ്റി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റും. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.